ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടറ്റോ വെഡ്ജസ് ആണ്. അത് പിള്ളേർക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമുള്ളതാണ്. അത് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഇത്തിരി എക്സ്പെൻസാണ്. ഇതൊരു ചിലവുമില്ലാതെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ചെറിയ പൊട്ടറ്റോ എടുക്കുന്നതാണ് നമുക്ക് ആ വെഡ്ജസിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമുണ്ട്. ചെറുതില്ലെങ്കിൽ വലുതായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ എടുത്തിരിക്കുന്ന മീഡിയം സൈസ് പൊട്ടറ്റോയാണ്. ഇനി എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് പൊട്ടറ്റോ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. തൊലിയോടുകൂടി തന്നെയാണ് നമ്മൾ കഴുകിയെടുക്കുന്നത്. നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം നമുക്ക് വെഡ്ജസിൻ്റെ ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത ശേഷം തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കാം. ഇതിപ്പം തണുത്ത വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അതൊരു 4 മിനിറ്റ് നേരം, അതായത് ഒരു 50% വെന്താൽ മതിയാവും ഈ പൊട്ടറ്റോ. എന്നാലേ നമ്മൾ മസാല മിക്സ് ചെയ്യുമ്പോഴും ഫ്രൈ ചെയ്യുമ്പോഴും പൊടിഞ്ഞു പോകാതെ ഇരിക്കുകയുള്ളൂ. അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 4 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ ഇത് ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കാം. ഇതിപ്പം ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട്. നമുക്കിതിനകത്ത് വെള്ളം ഊറ്റിക്കളഞ്ഞ് ഇതൊന്ന് സ്വല്പം വെള്ളം പോകാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ആവശ്യത്തിനുള്ള മസാല തയ്യാറാക്കാം. ഇനി ഇതിൻ്റെ ബാറ്റർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ മൈദയും കോൺഫ്ലവറുമാണ്. അത് നമ്മൾ എടുക്കുന്ന പൊട്ടറ്റോയുടെ അളവനുസരിച്ച് കൂടുകയോ കുറയോ ആവാം. അതുകൊണ്ട് ഇതിൻ്റെ അളവൊന്നും ഇവിടെ ഞാൻ പറയുന്നില്ല. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, കാരണം പൊട്ടറ്റോയിൽ ഉപ്പ് ചേർത്ത് വേവിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് ബാറ്ററിന് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ ചില്ലി ഫ്ലേക്സ്. ഇനി നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഒത്തിരി ആയി പോകരുത്, അതിൻ്റെ ടേസ്റ്റ് മുമ്പിൽ നിൽക്കരുത്. അത് കണ്ട് വേണം നമ്മൾ ചേർക്കാനായിട്ട്. കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് കസൂരി മേത്തി, അത് ഉലുവാടയെല്ലാം ഉണക്കി പൊടിച്ചതാണ്. അത് നമുക്ക് കടകളിലൊക്കെ പാക്കറ്റ് മേടിക്കാൻ കിട്ടും. അതൊരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർത്തിരിക്കുന്നത് ജാതിക്ക പൊടിച്ച പൊടി ഒരു 1/4 ടേബിൾ സ്പൂണാണ്. പിന്നെ ബാർബിക്യൂ മസാല അല്ലെങ്കിൽ ചിക്കൻ ടിക്ക മസാല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു സ്പൂൺ ചേർക്കാം. ഇവിടെ ഞാൻ ചിക്കൻ ടിക്ക മസാലയാണ് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഈ ബാറ്റർ ഒന്ന് ഉണ്ടാക്കാം. അതിൻ്റെ ഒത്തിരി നീണ്ടും പോകരുത്, ഒത്തിരി കുറുകിയും പോകരുത്. ഒരു ആ പാകത്തിനുള്ള കൺസിസ്റ്റൻസി ആയിരിക്കണം. അല്ലെങ്കിൽ മാത്രമേ നമ്മൾ പൊട്ടറ്റോ ഇടുമ്പോൾ അത് നന്നായിട്ട് അതിലൊന്ന് പെരണ്ടിരിക്കത്തുള്ളൂ. ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു 10 മിനിറ്റ് വെച്ച ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. അത് 2-3 മിനിറ്റ് ഫ്രൈ ആയി കഴിയുമ്പോൾ അത് നമുക്ക് എടുക്കാവുന്നതാണ്. അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആകുന്ന സമയത്ത് ഓൾറെഡി പൊട്ടറ്റോ നമ്മൾ 50% കുക്കായിരിക്കുന്നതാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്. ഇനി വേറൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം.